2019 റിലീസായ റാംബോ ദി ലാസ്റ്റ് ബ്ലഡ് എന്ന് പറയുന്ന മൂവിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സിനിമയിലേക്ക് കിടക്കാം. ഏകദേശം 11 വർഷത്തോളം മിലിറ്ററിയിൽ സർവീസ് ചെയ്ത ഒരാളാണ് നമ്മുടെ നായകൻ ജോൺ റാംബോ. എന്നാൽ ഇപ്പോൾ അയാൾ ഒരു വിശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ നായകൻ്റെ ഒപ്പം മറിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയും അതുപോലെ തന്നെ ആ സ്ത്രീക്ക് ഗബ്രിയല്ല എന്ന് പറയുന്ന ഒരു പേരക്കുട്ടിയും ഉണ്ടായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ അവൾക്ക് അവളുടെ അമ്മയെ നഷ്ടപ്പെട്ടിരുന്നു. അതുമാത്രമല്ല അവളുടെ അച്ഛൻ അവരെ വേണ്ട എന്നും പറഞ്ഞ് ഉപേക്ഷിച്ച് പോയതായിരുന്നു. എന്നാൽ നമ്മുടെ നായകൻ സ്വന്തം മകളെ പോലെയാണ് ആ പെൺകുട്ടിയെ കരുതിയിരുന്നത്. എന്നാൽ മെക്സിക്കോയിലുള്ള തൻ്റെ അച്ഛൻ എന്തുകൊണ്ടാണ് തങ്ങളെ പിരിഞ്ഞു പോയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി അവിടെയുള്ള തൻ്റെ ഒരു ഫ്രണ്ട് മുഖേന അവിടേക്ക് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ ആ പെൺകുട്ടി ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ നായകൻ്റെ അടുത്ത് പറയുകയാണ്. എന്നാൽ നമ്മുടെ നായകൻ മെക്സിക്കോ ഒരു സേഫായ സ്ഥലമല്ല എന്നും പറഞ്ഞ് അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. പക്ഷേ ഇതൊന്നും കേൾക്കാതെ ഒരു ദിവസം കോളേജിലേക്കാണെന്നും പറഞ്ഞ ആ പെൺകുട്ടി മെക്സിക്കോയിലേക്ക് പോവുകയാണ്. എന്നാൽ ഇവള് പോയ കാര്യം നമ്മുടെ നായകൻ ജോൺ റാംബോയ്ക്കും അതുപോലെ തന്നെ മറിയയ്ക്കും അറിയില്ലായിരുന്നു. അങ്ങനെ അവൾ മെക്സിക്കോയിലേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് അവൾ തൻ്റെ ഫ്രണ്ടിനെ കാണുകയാണ്. നിന്റെ അച്ഛനുള്ള സ്ഥലം എനിക്കറിയാം, നമുക്ക് അവിടേക്ക് പോവാം, ഇതെല്ലാം കഴിഞ്ഞ് നമുക്കൊരു പാർട്ടിക്കും പോകണമെന്ന് പറഞ്ഞ് അവളുടെ ഫ്രണ്ട് അവളോട് പറയുകയാണ്. അങ്ങനെ അവൾ തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് അവൾ എന്തിനാണ് ഞങ്ങളെ പിരിഞ്ഞു പോയതെന്ന് തൻ്റെ അച്ഛനോട് ചോദിക്കുകയാണ്. എന്നാൽ അതിന് മറുപടിയായിട്ട് നിങ്ങളോടൊപ്പം ജീവിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, അതുമാത്രമല്ല എനിക്കിപ്പോൾ ഇവിടെ ഒരു ഫാമിലിയും ഉണ്ട്, ദയവ് ചെയ്ത് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നും പറഞ്ഞ് അവളോട് പറയുകയാണ്. അങ്ങനെ അവിടെ നിന്ന് അവൾ വളരെ വിഷമത്തോടെ പോവുകയാണ്. അടുത്ത സീനിൽ അവളെ കാണാതെ പേടിച്ചിരിക്കുന്ന മറിയേനാണ് കാണിക്കുന്നത്. ഈ കാര്യം അവൾ നമ്മുടെ ജോൺ റാംബോന്റെ അടുത്ത് പോയി പറയുകയാണ്. അങ്ങനെ നമ്മുടെ റാംബോ ഇവളെ തേടി മെക്സിക്കോയിലേക്ക് പോവുകയാണ്. എന്നാൽ അവളെ കാണാതായത് ആ പാർട്ടിക്ക് പോയ ശേഷമായിരുന്നു. കാരണം അവൾ അവിടെ നിന്ന് വളരെയധികം ഡ്രഗ്സ് യൂസ് ചെയ്തിരുന്നു. അതുമാത്രമല്ല ആ ഡ്രഗ്സ് കൊടുത്ത ഗ്യാങ്ങാണ് അവളെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ നമ്മുടെ നായകൻ മെക്സിക്കോയിലുള്ള അവളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അതിനുശേഷം അവളെ പറ്റി ചോദിക്കുകയാണ്. എന്നാൽ അയാൾ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ നായകൻ്റെ അടുത്ത് പറയുകയാണ്. അതിനുശേഷം നമ്മുടെ റാംബോ അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നാൽ പാർട്ടിക്ക് പോയ ശേഷം ഞാൻ അവിടെ നിന്ന് നേരത്തെ തന്നെ പോകുന്നതെന്ന് അവൾ നമ്മുടെ റാംബോൻ്റെ അടുത്ത് പറയുകയാണ്. എന്നാൽ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് നമ്മുടെ റാംബോ ആ പെൺകുട്ടിയോടത്ത് പറഞ്ഞിട്ട് അവളെ ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ പേടിച്ചിട്ട് അവൾ ആ സത്യമെല്ലാം നമ്മുടെ റാംബോൻ്റെ അടുത്ത് പറയുകയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ആ പാർട്ടിക്ക് പോയത്. എന്നാൽ അവിടെ വെച്ച് അവളെ ഞാൻ ഒരാളുടെ ഒപ്പം കണ്ടു. പക്ഷെ അതിനുശേഷം എനിക്ക് അവളെ അവിടെ കാണാൻ സാധിച്ചിരുന്നില്ല. 1-2 മണിക്കൂർ ഞാൻ അവളെ തെരഞ്ഞു, ഒരു നിവർത്തിയില്ലാതെയാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നതെന്ന് അവൾ നമ്മുടെ റാംബോൻ്റെ അടുത്ത് പറയുകയാണ്. അതുമാത്രമല്ല എനിക്ക് അയാളെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും, ഞാൻ അയാളെ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ആ പെൺകുട്ടി നമ്മുടെ റാംബോനെ കൂട്ടിയിട്ട് ആ പാർട്ടി നടന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ വെച്ച് നമ്മുടെ നായകൻ അയാളെ കാണുകയാണ്. അങ്ങനെ അയാൾ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയിട്ട് ഗബ്രിയേലിനെ കുറിച്ച് നമ്മുടെ നായകൻ അയാളോട് ചോദിക്കുകയാണ്. എന്നാൽ അതിന് മറുപടിയായിട്ട് അയാൾ ആദ്യമൊന്നും പറയില്ലെങ്കിലും നമ്മുടെ നായകന്റെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ അയാളെല്ലാം സത്യവും തുറന്നു പറയുകയാണ്. ഞാൻ അവൾക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട് ഒരു ഗ്യാങ്ങിന് കൈമാറി എന്നും പറഞ്ഞിട്ട് ആ സ്ഥലം അയാൾ നമ്മുടെ റാംബോന് കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ നമ്മുടെ റാംബോ ചെന്ന് പെട്ടത് ഹ്യൂഗോ വിക്ടർ എന്നു പേരുള്ള 2 ഗാങ്സ്റ്റേഴ്സിന്റെ സാമ്രാജ്യത്തിലേക്കായിരുന്നു. അങ്ങനെ നമ്മുടെ റാംബോ അതിനുള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. പക്ഷെ അതിനുള്ളിൽ വെച്ച് കുറേ ആളുകൾ നമ്മുടെ റാംബോനെ ചുറ്റി വളയുകയാണ്. എന്നാലും നമ്മുടെ റാംബോ എനിക്ക് നിങ്ങളുമായിട്ടൊരു പ്രശ്നമില്ല, ഞാൻ എൻ്റെ മകളെ തേടി വന്നാണെന്നും പറഞ്ഞിട്ട് അവളുടെ ഫോട്ടോ അവിടെയുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ അവരെല്ലാവരും പാടെ നമ്മുടെ റാംബോനെ ഇട്ടിട്ട് തല്ലി ചതയ്ക്കുകയാണ്. അതുമാത്രമല്ല ഇവളെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല, എന്നാലും ഇനി ഇവളെ ഞങ്ങൾ വെറുതെ വിടില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ റാംബോന്റെ ലൈസൻസും അതുപോലെ നമ്മുടെ റാംബോന്റെ കയ്യിലുള്ള ഫോണും എല്ലാം എടുത്തിട്ട് ആ ഗ്യാങ് അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ഇതുപോലുള്ള ഗ്യാങ്സിനെ പിടിക്കാനായിട്ട് ഒരു മെക്സിക്കൻ റിപ്പോർട്ടർ ഇവരറിയാതെ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അയാൾ നമ്മുടെ റാംബോനെ കാണുകയാണ്. അങ്ങനെ നമ്മുടെ റാംബോനെ അവരവിടെ നിന്ന് രക്ഷിക്കുകയാണ്. തൻ്റെ മകളെ തേടി നമ്മുടെ റാംബോ വീണ്ടും പോവുകയാണ്. അങ്ങനെ അവസാനം നമ്മുടെ റാംബോ അവളെ കാണുകയാണ്. പക്ഷെ ഡ്രഗ്സ് എല്ലാം കൊടുത്ത് മരിച്ച നിലയിലായിരുന്നു അവളെ നമ്മുടെ നായകൻ കണ്ടത്. ഇതെല്ലാം സഹിക്കാൻ വയ്യാതെ അവളുടെ ഗ്രാൻഡ്മയും അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ നമ്മുടെ നായകന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഇവന്മാരെ കൊന്ന് റിവഞ്ച് എടുക്കണമെന്ന് മാത്രമായിരുന്നു. അതിനായി നമ്മുടെ നായകൻ ആദ്യം ആ റിപ്പോർട്ടറുടെ അടുത്തേക്ക് പോയിട്ട് ഹ്യൂഗോനും വിക്ടറിനെയും പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജോൺ റാംബോ ആദ്യം ഹ്യൂഗോ ഉള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ വെച്ചൊരു മാരക ഫൈറ്റ് നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജോൺ റാംബോ അവിടെയുള്ളവരെല്ലാം കൊന്ന് ഹ്യൂഗോന്റെ തല വെട്ടിയിട്ട് അവന്റെ നെഞ്ചത്ത് ഗബ്രിയേലിന്റെ ഫോട്ടോ വെച്ചിട്ട് അവിടെ നിന്ന് പോരുകയാണ്. അങ്ങനെ ആ ഫോട്ടോ കാണുമ്പോൾ വിക്ടറിന് ഇതാ റാംബോ ആണെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ റാംബോനെ കൊല്ലാനായിട്ട് വിക്ടറും അവന്റെ ആൾക്കാരും അവിടേക്ക് വരികയാണ്. കാരണം റാംബോന്റെ ലൈസൻസും കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിലുള്ളത് കൊണ്ട് റാംബോ താമസിക്കുന്ന സ്ഥലം ഈസിയായി കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. എന്നാൽ അവർക്കുള്ള ട്രാപ്പ് എല്ലാം സെറ്റാക്കിക്കൊണ്ടായിരുന്നു നമ്മുടെ റാംബോ അവരെ കാത്തിരുന്നത്. അങ്ങനെ കുറെ കാറുകളിലായിട്ട് ആ വില്ലന്മാരെല്ലാം നമ്മുടെ റാംബോന്റെ അടുത്തേക്ക് വരികയാണ്. ഇതേ സമയം അവിടെ വലിയൊരു പൊട്ടിത്തെറി നടക്കുകയാണ്. കാരണം നമ്മുടെ നായകൻ അവിടെയെല്ലാം ബോംബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വില്ലന്മാരെല്ലാം ഗണ്ണെടുത്തിട്ട് നമ്മുടെ റാംബോന്റെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ്. അങ്ങനെ ഒരു വില്ലൻ കയറിയിട്ട് ആ വീടിന്റെ ഡോർ തുറക്കുന്നതും ഒരു അമ്പുവില്ല് പോലത്തെ സംഭവം വന്നിട്ട് ആ വില്ലന്റെ നെഞ്ചത്ത് കയറി തുളയുകയാണ്. ഇതേ സമയം നമ്മുടെ റാംബോ ഗണ്ണ് ഉപയോഗിച്ചിട്ട് അവരെല്ലാം ഫയർ ചെയ്യുകയാണ്. നമ്മുടെ നായകൻ തുരങ്കം പോലൊരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ വെച്ചാണ് നമ്മുടെ നായകൻ ഇവരെല്ലാം ഫയർ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ നായകനെ കാണാതെ കുറച്ച് വില്ലന്മാർ അവിടെയുള്ള ഒരു കുതിരത്തൊഴുത്തിലേക്ക് കയറി ചെല്ലുകയാണ്. പെട്ടെന്നാണ് അവരുടെ ദേഹത്തേക്ക് പെട്രോൾ പോലുള്ള ഒരു ദ്രാവകം സ്പ്രേ ചെയ്യുന്നത്. ഇതേ സമയം നോക്കി നമ്മുടെ ജോൺ റാംബോ ഷൂട്ട് ചെയ്യുകയാണ്. ഇത് കണ്ട വില്ലന്മാർ ആ തുരങ്കത്തിനുള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. അങ്ങനെ ആ തുരങ്കത്തിനുള്ളിൽ വെച്ച് ഒരു വില്ലന്റെ കാല് നമ്മുടെ റാംബോന്റെ ട്രാപ്പിൽ പോയി തട്ടുകയാണ്. ഇതേ സമയം ഒരു മൂർച്ചുള്ള ആയുധം
ആയുധം വന്നിട്ട് ആ വില്ലന്റെ നെഞ്ചത്ത് കയറി തുളയുകയാണ്. വേദന കൊണ്ട് പൊളയുന്ന ആ വില്ലന്റെ തലയിലേക്ക് നോക്കി ഹെഡ്ഷോട്ട് കൊടുത്ത് നമ്മുടെ റാംബോ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അടുത്ത വില്ലന്മാർക്കുള്ള ട്രാപ്പ് ഒരുക്കുകയാണ് നമ്മുടെ ഹീറോ. അങ്ങനെ ആ തുരങ്കത്തിനുള്ള ഒരു ചെറിയ ഹോളിലേക്ക് ഒരു കമ്പി കുത്തി കയറ്റുകയാണ് നമ്മുടെ ജോൺ റാംബോ. ഇത് കണ്ട വില്ലൻ അതെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ ഹോളിന്റെ അടുത്തേക്ക് എത്തി നോക്കുകയാണ്. ഇതേ സമയം നോക്കിയിട്ട് ആ കമ്പി ആ വില്ലന്റെ തലയിൽ കൂടെ കുത്തി കയറ്റുകയാണ് നമ്മുടെ നായകൻ. വേറൊരു വില്ലന്റെ കാലും വെട്ടിയെടുക്കുകയാണ്. ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അവിടെയുള്ള വില്ലന്മാരെയെല്ലാം വളരെ മാരകമായി കൊല്ലുകയാണ് നമ്മുടെ നായകൻ ജോൺ റാംബോ. അങ്ങനെ അവസാനം നമ്മുടെ മെയിൻ വില്ലൻ വിക്ടർ മാത്രം ബാക്കിയാവുകയാണ്. അങ്ങനെ നമ്മുടെ നായകൻ തന്റെ കയ്യിലുള്ള അമ്പുവില്ല് ഉപയോഗിച്ച് അയാളുടെ 2 കൈയിലും 2 കാലിലേക്കും വിടുകയാണ്. ഇപ്പോൾ അയാൾ ഒരു പ്രതിമ പോലെ അനങ്ങാൻ പറ്റാതെ നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഹീറോ തന്റെ കയ്യിലുള്ള കത്തി ഉപയോഗിച്ച് ആ വില്ലന്റെ ഹൃദയം മുറിച്ചെടുക്കുകയാണ്. അതോടെ നമ്മുടെ മൂവിയും അവസാനിക്കുകയാണ്. ഇതുപോലത്തെ കിടിലൻ മൂവീസുകൾ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ട്വിസ്റ്റുകൾ നിറഞ്ഞ മാരക ത്രില്ലർ മൂവീസുകൾ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ മൂവീസുകളെല്ലാം നമ്മൾ ഈ ചാനലിന്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർക്ക് പോയി കാണാം.